ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഗതാഗത തുരങ്കം ഏതാണെന്ന് അറിയുമോ? T50. 12.77 കിലോമീറ്റർ നീളവും T50 എന്നറിയപ്പെടുന്നതുമായി ഈ തുരങ്കം ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്കിന്റെ ഖാരി സമ്പർ സെക്ഷന്റെ ഇടയിലാണുള്ളത്. 2024 ഫെബ്രുവരി 20 എന്നുള്ളത് ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ ഒരു ചുവന്ന അക്ഷരദിനമായി രേഖപ്പെടുത്തി. രാജ്യത്തെ ഏറ്റവും ദൈർഘ്യമേറിയ ഗതാഗത തുരങ്കം, അതായത് ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്കിൽ T50 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിനു വേണ്ടി സമർപ്പിച്ചു. ഒരേ സമയം വൈദ്യുതീകരിച്ച 2 ട്രെയിനുകൾ, ഒന്ന് ശ്രീനഗറിൽ നിന്ന് സങ്കൽദാനിലേക്ക് താഴേക്കുള്ള ദിശയിലും മറ്റൊന്ന് സങ്കൽദാനിൽ നിന്ന് ശ്രീനഗറിലേക്ക് മുകളിലേക്കും സർവീസ് ആരംഭിച്ചു. കാശ്മീരിൽ നിന്നും ട്രെയിനിൽ രാജ്യമെമ്പാടും ആളുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ദിവസം വിദൂരമല്ല എന്നാണ് മോദി ഉറപ്പിച്ചു പറഞ്ഞത്. 12.77 കിലോമീറ്റർ നീളമുള്ളതും T50 എന്നറിയപ്പെടുന്നതുമായ തുരങ്കം ഖാരി സമ്പർ സെക്ഷന്റെ ഇടയിലാണ് വരുന്നത്. USBRLന്റെ ബനിഹാൽ ഖാരി സമ്പർ സംഗദൽ വിഭാഗത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ തുരങ്കങ്ങളിലൊന്നാണ് T50. ഇതിന്റെ പണികൾ പ്രവർത്തനക്ഷമമാക്കാൻ ഏകദേശം 10 വർഷം എടുത്തു അത്രേ. തുരങ്കത്തിന്റെ സർവേ നടപടികൾ 1996 ആരംഭിച്ചെങ്കിലും 2013 ഡിസംബറിൽ ടെൻഡർ നൽകിയതിനാൽ ഇത് പ്രവർത്തനക്ഷമമാക്കാൻ ഏകദേശം 10 വർഷം എടുത്തു. അടിയന്തര സാഹചര്യങ്ങൾക്കായി ഈ തുരങ്കത്തിനുള്ളിൽ എല്ലാ സുരക്ഷാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ യാത്രക്കാരെ ഒഴിപ്പിക്കാൻ T50ക്ക് സമാന്തരമായി ഒരു എസ്കേപ്പ് ടണലും നിർമ്മിച്ചിട്ടുണ്ട്. ഓരോ 375 മീറ്ററിലും എസ്കേപ്പ് ടണലിനും T50ക്കും ഇടയിൽ ഒരു ബന്ധിപ്പിക്കുന്ന പാതയും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുവഴി യാത്രക്കാരെ എസ്കേപ്പ് ടണലിലേക്ക് കൊണ്ടുവരാനും തുടർന്ന് വാഹനങ്ങളിൽ അവർ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനും കഴിയും. തീപിടുത്തം നേരിടാൻ തുരങ്കത്തിന്റെ ഇരുവശത്തും ഒരു ഓപ്പണിംഗ് വാൽവ് ഉപയോഗിച്ച് വാട്ടർ പൈപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനാൽ തീ കെടുത്താൻ ഇരുവശത്തു നിന്നും വെള്ളം തളിക്കാൻ കഴിയും. T50 ടണലിന്റെ ഭാഗമായി പണിതിരിക്കുന്ന എസ്കേപ്പ് ടണലാണ് ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ എസ്കേപ്പ് ടണൽ T49. 12.895 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. ഇത് ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ എസ്കേപ്പ് ടണലാണ്. ഇത് കുതിരപ്പടയുടെ ആകൃതിയിലാണ്, അതായത് യു തിരിച്ചെഴുതിയാൽ എങ്ങനെയിരിക്കും ആ രീതിയിലാണ് ഈ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത്. ഖോഡ വില്ലേജിലെ വടക്കുവശത്തുള്ള ഖോഡ നലയ്ക്ക് മുകളിലൂടെയുള്ള പാലം നമ്പർ 04 കടന്നതിന് ശേഷം തെക്കു ഭാഗത്തുള്ള സമ്പർ സ്റ്റേഷൻ യാർഡിനെയും ടണൽ T50നെയും ബന്ധിപ്പിക്കുന്നു. അതായത് 12.75 കിലോമീറ്റർ ദൂരമുള്ള പ്രധാന തുരങ്കവും 12.895 കിലോമീറ്റർ നീളമുള്ള എസ്കേപ്പ് ടണലും അടങ്ങുന്ന ഇരട്ട ട്യൂബ് തുരങ്കമാണ് ടണൽ T49. USBRL പദ്ധതിയുടെ ഭാഗമാണ് ഈ തുരങ്കങ്ങൾ. 1994-95 അനുവദിച്ച USBRL പദ്ധതിക്ക് 272 കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. മൊത്തം 272 കിലോമീറ്റർ USBRL പദ്ധതിയിൽ 209 കിലോമീറ്റർ ഘട്ടഘട്ടമായി കമ്മീഷൻ ചെയ്തിരിക്കുന്നു. ഖാസിഗുണ്ട് ബാരാമുള്ള സെക്ഷനിലെ 118 കിലോമീറ്റർ ദൈർഘ്യമുള്ള ആദ്യഘട്ടം 2009 ഒക്ടോബറിലും പിന്നീട് 18 കിലോമീറ്റർ ബനിഹാൽ ഖാസിഗുണ്ട് 2013 ജൂണിലും 25 കിലോമീറ്റർ നീളമുള്ള ഉധംപൂർ കത്ര 2014ലും സമീപകാലത്തെ ബനിഹാൽ സങ്കൽദാൻ ഭാഗം 48.1 കിലോമീറ്റർ പൂർത്തിയായിരിക്കുന്നു. 359 മീറ്റർ, അതായത് 1178 അടി ഉയരത്തിൽ ചെനാബ് നദിക്ക് കുറുകെയുള്ള ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ ആർക്ക് പാലവും ഖത്രയിൽ നിന്ന് USBRLന്റെ ബനിഹാൽ ഭാഗത്തേക്കുള്ള നിർണായക ലിങ്കിന് കീഴിലാണ് വരുന്നത്. വരും മാസങ്ങളിൽ സമ്പൂർണ്ണ USBRL തുറന്നാൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെനാബ് പാലം, ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജായ ആൻജി പാലം എന്നിങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ അത്ഭുതങ്ങൾ യാത്രക്കാർക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഇതൊരു പക്ഷേ രാജ്യത്തിന്റെ തെക്കേ അറ്റത്തുള്ള കന്യാകുമാരിയിലേക്ക് വടക്കേ അറ്റത്ത് കാശ്മീർ താഴ്വരയിൽ നിന്ന് ഒരു ട്രെയിൻ ഓടിക്കുക എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി തീർക്കും. ഈ പദ്ധതിയുടെ ചെലവ് 41,119 കോടി രൂപയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.